നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് കയാർ. ആദ്യം പ്രധാന വാർത്തകൾ. അപകടത്തെ തുടർന്ന് 7 വർഷമായി തളർന്നു കിടപ്പിലായ നാരായണൻ ഇന്നും നീതിക്കായുള്ള പോരാട്ടം തുടരുകയാണ്. 2017 ഡിസംബർ 2-നാണ് വടക്കാഞ്ചേരി കരിമത്ര ഭഗത് സിംഗ് റോഡിൽ താമസിക്കുന്ന 58 വയസ്സുള്ള മടപ്പാട്ടിൽ നാരായണന് അപകടമുണ്ടായത്. ഷൊർണൂരിൽ ചിട്ടി തട്ടിപ്പ് നടത്തി മുങ്ങിയ ആൾ അറസ്റ്റിൽ. ഷൊർണൂരിൽ മൈത്രി എന്റർപ്രൈസസ് എന്ന പേരിൽ കുറി നടത്തി നിരവധി ആളുകളിൽ നിന്നും പണം പിരിച്ചു മുങ്ങിയ ഷൊർണൂർ ഹൈദ്രോസ് ലൈനിൽ രഞ്ജിത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂട്ടുകാർക്കൊപ്പം കുളിക്കാനെത്തിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. പഴയന്നൂർ ചീരക്കുഴി ഡാമിൽ കുളിക്കവെ ഒപ്പമുണ്ടായിരുന്നവർ ഒഴുക്കിൽപ്പെടുകയും അവരെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനിടെ വിശ്വജിത്ത് താഴ്ന്നു പോവുകയുമായിരുന്നു. പുതുശ്ശേരി സ്വദേശി മനോജിന്റെ മകൻ വിശ്വജിത്തിന്റെ മരണം നാടിനെ കണ്ണീരിലാഴ്ത്തി. വടക്കാഞ്ചേരിയിൽ ലൈസൻസ് ഇല്ലാതെ നായ വളർത്തൽ കേന്ദ്രം പ്രവർത്തിക്കുന്നത് മന്ത്രിയുടെ ഒത്താശയോടെയാണെന്നും കോടികളുടെ തട്ടിപ്പാണെന്നും പ്രതിപക്ഷത്തിന്റെ ആരോപണം. വടക്കാഞ്ചേരി നഗരസഭ 16-ാം ഡിവിഷൻ അകമല പട്ടാണിക്കാട് ജനവാസ മേഖലയിലാണ് നായ വളർത്തൽ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. CITUവിന്റെ ഗുണ്ടായിസത്തിനെതിരെ കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ കുളപ്പള്ളിയിൽ പ്രതിഷേധ ധർണ നടത്തി. കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ധർണ ഉദ്ഘാടനം ചെയ്തു.